ഷെക്കെമിൽ നിന്ന് ബീറോത്തിലേക്ക്. പോഷക നദികൾ വന്നു ചേരുമ്പോൾ ഒരു നദി വലുതാകുന്നത് പോലെ ഷെക്കെമിൽ നിന്ന് ജെറുസലേം വരെയുള്ള വഴി ആളുകളെ കൊണ്ട് തിങ്ങിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് പല ഇടവഴികളിലൂടെ പ്രധാന റോഡിലേക്ക് ജനം വന്നു ചേരുകയാണ്. ബാലൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഈ സാഹചര്യം പത്രോസിന് സഹായകരമായി. കാരണം അവൻ ജനിച്ച സ്ഥലം, അവൻ്റെ മാതാപിതാക്കൾ ഉരുൾപൊട്ടലിൽ മരിച്ച് മൂടപ്പെട്ട സ്ഥലം അവർ കടക്കുകയാണ്. കുട്ടി അത് മനസ്സിലാക്കുന്നതേയില്ല. കുത്തിനെയുള്ള ഒരു മലയിൽ സ്ഥിതി ചെയ്യുന്ന ഷിലോഹ അവർ പിന്നിട്ടു കഴിഞ്ഞു. പച്ച പിടിച്ച ഒരു താഴ്വരയിൽ ഭക്ഷണത്തിനും വിശ്രമത്തിനുമായി സ്വല്പം സമയം ചെലവഴിച്ച ശേഷം ജനം വീണ്ടും യാത്ര തുടരുകയാണ്. കുമ്മായ പാറകൾ നിറഞ്ഞ തരിശായ ഒരു മല കയറുന്നു. ഒരു കാരുണ്യവും കൂടാതെ സൂര്യൻ പൊള്ളിക്കുന്ന വെയിലാണ് അവർക്ക് നൽകുന്നത്. മലയിറങ്ങി വരുമ്പോൾ വളരെ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ. സ്ഥലം വളരെ പ്രകാശമാനം. പത്രോസ് അർത്ഥം വെച്ച് പുഞ്ചിരി തൂകിക്കൊണ്ട് ഈശോയെ നോക്കുന്നു. ഈശോയും പുഞ്ചിരി തൂകുന്നു. ബാലനൊന്നും അറിയുന്നില്ല. കാരണം എൻഡോറിലെ ജോൺ അയാൾ കണ്ടിട്ടുള്ള ഓരോ നാടുകളെക്കുറിച്ചും വർണ്ണിച്ചു പറയുന്നു. അവിടങ്ങളിലെ മുന്തിരിപ്പഴങ്ങൾ എത്ര മധുരമുള്ളതാണെന്നും അവ വീഞ്ഞുണ്ടാക്കാനല്ല ഉപയോഗിക്കുന്നത്, കേക്കുണ്ടാക്കാനാണെന്നും ആ കേക്ക് ഈ നാട്ടിലെ തേൻ കേക്കിനേക്കാൾ നല്ല രുചിയുള്ള കേക്കാണെന്നും മറ്റുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. തിക്കും തിരക്കും പൊടിശല്യവുമുള്ള റോഡ് വിട്ട് ഒരു കുറുക്കു വഴിയെ പോകാനായി അവർ കുത്തനെയുള്ള ഒരു കുന്ന് കയറുകയാണ്. ഇപ്പോൾ മുകളിലെത്തിയപ്പോൾ അങ്ങ് അകലെയായി ഒരു വലിയ പ്രകാശം കാണാം. വെള്ള നിറത്തിലുള്ള എന്തോ അതിന് താഴെ കാണുന്നു. വെള്ള പൂശിയിട്ടുള്ള വീടുകളായിരിക്കാം അത്. ജാബസിംഗ് വരൂ, ഈശോ വിളിക്കുന്നു. അതാ സ്വർണം പോലെ തിളങ്ങുന്ന ഒരു കൂട്ടം അങ്ങ് ദൂരെ കണ്ടോ? അത് കർത്താവിൻ്റെ ഭവനമാണ്. അവിടെ വെച്ച് നിയമങ്ങൾ അനുസരിച്ച് കൊള്ളാമെന്ന് നീ ശപഥം ചെയ്തു. എന്നാൽ നിനക്ക് നിയമം അറിയാമോ? എൻ്റെ അമ്മ അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൻ ഉപദേശങ്ങൾ എന്നെ പഠിപ്പിച്ചു. എനിക്ക് വായിക്കാൻ കഴിയും. പിന്നെ അവർ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുഞ്ചിരി തൂക്കിക്കൊണ്ട് വന്ന കുട്ടി ഇപ്പോൾ തല താഴ്ത്തി കരയുകയാണ്. അവൻ്റെ കൈ ഈശോയുടെ കയ്യിലിരുന്ന് വിറയ്ക്കുന്നു. നീ കരയാതെ. നമ്മൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? ഇത് ബഥേലാണ്. പരിശുദ്ധനായ യാക്കോബ് ദൈവദൂതന്മാരെ സ്വപ്നം കണ്ട സ്ഥലം ഇതാണ്. നിനക്കതറിയാമോ? നീ അത് ഓർക്കുന്നുണ്ടോ? ഉണ്ട് കർത്താവേ. അവനൊരു കോവണി കണ്ടു. അത് സ്വർഗം വരെ എത്തുന്നതായിരുന്നു. മാലാഖമാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഒരാൾ മരിക്കുമ്പോൾ നന്നായി ജീവിച്ചിരുന്നയാളാണെങ്കിൽ ആ കോവണിയിലൂടെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കും. മാലാഖമാർ കയറിപ്പോകുന്നത് പോലെ എൻ്റെ അമ്മ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. എല്ലാം ഇവിടെ എൻ്റെ ഉള്ളിലുണ്ട്. അതുമാത്രമാണ് അമ്മയുടേതായി എനിക്കുള്ളത്. അവൻ്റെ കുഞ്ഞുമുഖത്ത് കണ്ണീർ കണങ്ങൾ പൊടിഞ്ഞു വീണ് ഒഴുകുന്നു. അങ്ങനെ കരയാതെ ജാബ് ശ്രദ്ധിച്ചു കേൾക്കൂ. എനിക്കും ഒരമ്മയുണ്ട്. അവളുടെ പേര് മേരി. അവൾ നല്ലവളും വിശുദ്ധയുമാണ്. അവൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരും. അവൾക്കൊരു ഗുരുവിനേക്കാൾ ജ്ഞാനമുണ്ട്. ഒരു മാലാഖയേക്കാൾ ശാന്തതയും സൗന്ദര്യവും അവൾക്കുണ്ട്. നമ്മൾ അവളെ കാണാൻ പോകുകയാണ്. അവൾക്ക് നിന്നെ എത്രയധികം ഇഷ്ടമായിരിക്കും. അവൾ ഒത്തിരി കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരും. ജോണിൻ്റെ അമ്മയും അവളുടെ കൂടെയുണ്ട്. അവളും വളരെ നല്ലവളാണ്. അവളുടെ പേര് മേരി എന്നു തന്നെ. പിന്നെ എൻ്റെ സഹോദരൻ യൂദാസിൻ്റെ അമ്മയും അവിടെയുണ്ട്. അവളും തേൻ കേക്ക് പോലെ മാധുര്യമുള്ളവളാണ്. അവളുടെ പേര് മേരി എന്നാണ്. അവരെല്ലാവരും നിന്നെ വളരെയധികം സ്നേഹിക്കും. കാരണം നീ ഒരു മിടുക്കനാണ്. എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമായത് കാരണം അവരുടെ കൂടെ അവിടെ വളരും. നീ വലുതായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധനായി തീരും. ഒരു പണ്ഡിതനെ പോലെ നീ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കും. ഈശോയാണ് നിനക്കിവിടെ ഒരു അമ്മയെ തരുന്നത്. ഈശോ മരണം പ്രാപിച്ച നിന്റെ അമ്മയ്ക്കും നിന്റെ അപ്പനും സമയമാകുമ്പോൾ നിനക്കും സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു തരും. നീ മരിക്കുമ്പോൾ ആ നീണ്ട കോവണിയിലൂടെ കയറേണ്ടതായിട്ട് പോലും വരികയില്ല.
ആ കയറ്റമെല്ലാം നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കയറും. കാരണം നീ ഒരു നല്ല ശിഷ്യനാകുന്നു. നീ സ്വർഗത്തിൻ്റെ വാതിൽക്കലാണെന്നും നിനക്ക് മനസ്സിലാകും. ഞാൻ ആ വാതിൽക്കൽ ഉണ്ടായിരിക്കും. ഞാൻ നിന്നോട് പറയും, എൻ്റെ സ്നേഹിതനും മേരിയുടെ പുത്രനുമായ നീ അകത്തേക്ക് വരൂ എന്ന്. അങ്ങനെ നമ്മൾ ഒന്നിച്ചുകൂടും. അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അല്പം കുനിഞ്ഞു നടക്കുന്ന ഈശോയുടെ വലിയ പുഞ്ചിരിയും അത്ഭുതപ്പെടുത്തുന്ന കഥയും അവൻ്റെ കണ്ണീർ നീക്കി അവന് പുഞ്ചിരി നൽകുന്നു. ബാലൻ ബുദ്ധികെട്ടവനൊന്നുമല്ല. സങ്കടം കൊണ്ടും ജീവിത ക്ലേശം കൊണ്ടും സ്തംഭനായി പോയ അവന് ഈ കഥയിൽ വലിയ താല്പര്യം. നീ പറഞ്ഞു, സ്വർഗത്തിൻ്റെ വാതിലുകൾ നീ തുറക്കുമെന്ന്. വലിയ പാപനിമിത്തം അവ അടഞ്ഞു പോയില്ലേ? എൻ്റെ അമ്മ പറയുമായിരുന്നു, പാപപൂർത്തി ലഭിക്കുന്നതുവരെ ആർക്കും അവിടെ പ്രവേശിക്കാനാവില്ല എന്നും നീതിമാന്മാരെല്ലാം പാതാളത്തിൽ കാത്തിരിക്കുകയാണെന്നും. അത് ശരിയാണ്. എന്നാൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് ചെല്ലും. പാപപൂർത്തിയെ നേടിയ ശേഷമായിരിക്കും അത്. എന്നിട്ട് പിതാവിനോട് ഞാൻ പറയും, പിതാവേ, ഞാൻ നിന്റെ തിരുവിഷ്ടം നിറവേറ്റി. എൻ്റെ ബലിക്ക് പ്രതിസമ്മാനം ഇപ്പോൾ എനിക്ക് വേണം. കാത്തു കഴിയുന്ന നീതിമാന്മാരെല്ലാവരും നിന്റെ രാജ്യത്തിലേക്ക് വരാൻ അനുവദിക്കണം. അപ്പോൾ പിതാവ് എന്നോട് പറയും, നീ ആഗ്രഹിക്കുന്നത് പോലെ ആയിക്കൊള്ളട്ടെ എന്ന്. അപ്പോൾ ഞാൻ താഴേക്ക് വന്ന് നീതിമാന്മാരെയെല്ലാം വിളിക്കും. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ പാതാളം അതിൻ്റെ വാതിലുകളെല്ലാം തുറക്കും. വിശുദ്ധരായ ഗോത്രപിതാക്കന്മാർ, ശോഭയേറിയ പ്രവാചകന്മാർ, ഇസ്രയേലിലെ അനുഗ്രഹീതരായ സ്ത്രീകൾ, ഇവരെല്ലാം ആഹ്ലാദത്തോടെ പുറത്തു വരും. എത്ര കുട്ടികൾ കൂട്ടത്തിൽ കാണുമെന്ന് നിനക്കറിയാമോ? എല്ലാ പ്രായത്തിലുമുള്ള ധാരാളം കുട്ടികൾ കൂട്ടത്തിൽ കാണും. പുഷ്പിച്ചു നിൽക്കുന്ന ഒരു പുൽമേട്ടിലെ പൂക്കൾ പോലെ അത്രയധികം കുട്ടികളുണ്ടായിരിക്കും. അവരെല്ലാം പാട്ടുപാടിക്കൊണ്ട് എൻ്റെ പിന്നാലെ വന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ എൻ്റെ അമ്മയും ആ കൂട്ടത്തിൽ കാണുമോ? തീർച്ചയായും. ഞാൻ മരിച്ച് സ്വർഗത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിന്നോടൊപ്പം എൻ്റെ അമ്മയും ഉണ്ടായിരിക്കുമെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്റെ അമ്മയും നിന്റെ അപ്പനും ആ വാതിൽക്കൽ വരേണ്ട ആവശ്യമില്ല. നല്ല ശോഭയുള്ള മാലാഖമാരെ പോലെ അവർ പറന്ന് പറന്ന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരും. ഈശോയുടെ അടുത്ത് വരും. പിന്നെ അവരുടെ കുഞ്ഞു ജാബസിൻ്റെ അടുത്ത് വരും. നീ മരിക്കാറാകുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ? ആ വേലിക്കെട്ടിൻ്റെ ചെടികൾക്കിടയിൽ കൂടുകൂട്ടിയിരിക്കുന്ന 2 കൊച്ചു പക്ഷികൾ ചെയ്യുന്നത് തന്നെയായിരിക്കും. നിനക്കവയെ കാണാമോ? അവന് ശരിക്കും കാണാൻ കഴിയേണ്ടതിന് ഈശോ അവനെ കയ്യിലെടുത്തു. നോക്കിക്കേ, ആ ചെറിയ മുട്ടകളുടെ മുകളിൽ അവ ഇരിക്കുന്നത് കണ്ടോ? ആ മുട്ടകൾ വിരിയാൻ അവർ കാത്തിരിക്കുകയാണ്. വിരിഞ്ഞു കഴിയുമ്പോൾ അവ ചിറകു വിടർത്തി അതിനടിയിൽ കുഞ്ഞുങ്ങളെ ആപത്തുകളിൽ നിന്നും കാത്തു സൂക്ഷിക്കും. കുഞ്ഞുങ്ങൾ വളർന്ന് പറക്കാറാകുമ്പോൾ അവരുടെ ബലമുള്ള ചിറകുകളിൽ അവയെ വഹിച്ചുകൊണ്ട് മുകളിലേക്ക് പറക്കും. സൂര്യനെ നോക്കി പറക്കും. നിന്റെ അമ്മയും അപ്പനും അതുപോലെ തന്നെയായിരിക്കും നിന്നോട് ചെയ്യുക. അതുപോലെ തന്നെയായിരിക്കുമോ? കൃത്യമായി അതുപോലെ തന്നെ. എന്നാൽ വരുന്ന കാര്യം ഓർക്കണമെന്ന് നീ അവരോട് പറയുമോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അവർ നിന്നെ സ്നേഹിക്കുന്നു. എന്നാലും ഞാൻ അവരോട് പറഞ്ഞേക്കാം. ഓ, നിന്നെ എനിക്ക് എത്ര ഇഷ്ടമാ! ഒത്തിരി ഒത്തിരി ഇഷ്ടമാ. ഈശോയുടെ കയ്യിലിരിക്കുന്ന ബാലൻ ഈശോയുടെ കഴുത്തിലും തലയിലും പിടിച്ച് തെരുതെരെ ചുംബിക്കുന്നു. അവൻ്റെ സന്തോഷത്തിൻ്റെ പ്രകടനം ഹൃദയത്തെ തരളിതമാക്കുന്നു. ഈശോയും അവനെ ചുംബിക്കുന്നു, പിന്നീട് നിർത്തുന്നു. കൊള്ളാം, നമുക്കിനി യാത്ര തുടരാം. വിശുദ്ധമായ പട്ടണത്തിൻ്റെ നേർക്ക്. നാളെ സന്ധ്യയോടെ നമ്മൾ അവിടെ എത്തിയിരിക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും ധൃതി? എവിടെ എത്തിയാലും പോരാ, രണ്ടും ഒന്നും പോലെയല്ല. കാരണം നാളെ പരാസ്കേവാണ്. അതിനാൽ അസ്തമയത്തിന് ശേഷം ആർസ്തോഡിയ ദൂരം മാത്രമേ നടക്കാൻ പാടുള്ളൂ. കൂടുതൽ ദൂരം നടക്കാൻ പാടില്ല. കാരണം സാബത്തും അതിൻ്റെ വിശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു.
അപ്പോൾ സാബത്ത് ദിവസം മടിയായിട്ടായിരിക്കാം എല്ലാവർക്കും, അല്ലേ? അല്ല. അന്ന് അത്യുന്നതനായ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അവൻ്റെ പേരെന്താണ്? അഡോണായി. എന്നാൽ വിശുദ്ധന്മാർക്ക് അവൻ്റെ പേര് ഉച്ചരിക്കാം. നല്ല കുട്ടികൾക്കും പറയാം. നിനക്കറിയാമോ? എങ്കിൽ പറയൂ. ജാവേ. ജ എന്ന അക്ഷരം വളരെ മൃദുവായും ആ എന്ന സ്വരം വളരെ നീട്ടിയുമാണ് കുട്ടി ഉച്ചരിക്കുന്നത്. സാപത്തിൽ അത്യുന്നതനോട് എന്തു കാരണം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? കാരണം നിയമപലകകൾ നൽകിയപ്പോൾ അവൻ മോശയോട് അങ്ങനെ പറഞ്ഞു. ഓ, അങ്ങനെ പറഞ്ഞു. അവൻ എന്താണ് പറഞ്ഞത്? അവൻ പറഞ്ഞത് സാബത്ത് നമ്മൾ വിശുദ്ധമായി ആചരിക്കണമെന്നാണ്. 6 ദിവസം നിങ്ങൾ പണിയെടുക്കണം, എന്നാൽ 7-ാം ദിവസം നിങ്ങൾ വിശ്രമിക്കണം. മറ്റുള്ളവർക്കും വിശ്രമം കൊടുക്കണം. കാരണം ഞാനും സൃഷ്ടികർമ്മം കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. എന്ത് കർത്താവ് വിശ്രമിച്ചോ? സൃഷ്ടിച്ചത് കൊണ്ട് അവൻ ക്ഷീണിച്ചു പോയോ? സൃഷ്ടിച്ചത് അവൻ തന്നെയാണോ? അതെങ്ങനെയാണ് നീ അറിയുന്നത്? ദൈവത്തിനൊരിക്കലും ക്ഷീണമില്ലെന്ന് എനിക്കറിയാം. അവന് ക്ഷീണമില്ലായിരുന്നു, കാരണം അവൻ നടക്കുന്നില്ല, കൈകളും അനക്കുന്നില്ല. എന്നാൽ അവൻ അങ്ങനെ ചെയ്തത് ആദത്തെയും നമ്മളെയും പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ദിവസം അവനെക്കുറിച്ച് ചിന്തിക്കുവാൻ. തീർച്ചയായും അവനാണ് എല്ലാം സൃഷ്ടിച്ചത്. കർത്താവിൻ്റെ വിശുദ്ധ പുസ്തകം അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. എന്നാൽ വിശുദ്ധ പുസ്തകം അവനാണോ എഴുതിയത്? അല്ല. എന്നാൽ അത് സത്യമാണ്. അതെല്ലാവരും വിശ്വസിക്കണം. വിശ്വസിക്കുന്നില്ലെങ്കിൽ ലൂസിഫറിൻ്റെ പക്കൽ ചെന്ന് ചേരാം. നീ പറഞ്ഞത് ദൈവം നടക്കുന്നില്ലെന്നും കൈകൾ അനക്കുന്നില്ലെന്നുമല്ലേ? എന്നാൽ പിന്നെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? അവൻ ആരെ പോലെയാണ്? ഒരു പ്രതിമയാണോ? അവനൊരു വിഗ്രഹമല്ല, അവൻ ദൈവമാണ്. ദൈവം ആകുന്നു. അമ്മ എന്നോട് പറഞ്ഞതൊക്കെ ഞാനൊന്ന് ഓർത്തു നോക്കട്ടെ. അമ്മയേക്കാൾ നന്നായിട്ട് അത് പറയുന്നത് എസ്തറലോണിലെ ദരിദ്രരായ ആളുകളെ നിന്റെ പേർക്ക് കാണാൻ പോകാറുള്ള ആ മനുഷ്യനാണ്. എൻ്റെ അമ്മ ദൈവം ആരാണെന്നും എന്നെ മനസ്സിലാക്കാൻ പറഞ്ഞിരുന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹം പോലെയാണ് ദൈവം. അതിന് ശരീരമില്ല, എങ്കിലും അതുണ്ട്. ആ ചെറിയ മനുഷ്യൻ വളരെ ശാന്തമായ ഒരു പുഞ്ചിരിയോടെ പറയും, ദൈവം നിത്യനായ അരൂപിയാണ്, 1ഉം 3ഉമാണ്. അതിൽ 2ാമത്തെ ആൾ നമുക്കായി മാംസം ധരിച്ചു. അവൻ്റെ പേര്, ഓ കർത്താവേ, അതേക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് അത് നീ തന്നെയാണ്. സ്തംഭനായി ബാലൻ നിലത്ത് സാഷ്ടാംഗം വീണ് ഈശോയെ ആരാധിക്കുന്നു. ബാലൻ വീണതാണെന്ന് വിചാരിച്ച് മറ്റുള്ളവരെല്ലാം ഓടിയെത്തുന്നു. ഈശോ ചുണ്ടിൽ വിരൽ വെച്ച് നിശബ്ദരായിരിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. പിന്നീട് പറയുന്നു, ജാബസ് എഴുന്നേൽക്കൂ, കുട്ടികൾ എന്നെ പേടിക്കേണ്ട. കുട്ടി തല ഉയർത്തി ഈശോയെ നോക്കുന്നു. ബഹുമാനത്തോടെയാണ് നോക്കുന്നത്. അവൻ്റെ മുഖഭാവമാകെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഭയമുള്ളതുപോലെ. എന്നാൽ ഈശോ പുഞ്ചിരി തൂകി കൈ അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നു, നീ ജ്ഞാനിയായ ഒരു ചെറിയ ഇസ്രയേൽക്കാരനാണ്. നമുക്ക് പരീക്ഷ തുടരാം. നീ ഇപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഒന്ന് ചോദിക്കട്ടെ, വിശുദ്ധ ഗ്രന്ഥം എൻ്റെ കാര്യം പറയുന്നുണ്ടോ? ഓ തീർച്ചയായും കർത്താവേ, ആരംഭം മുതൽ ഇന്നുവരെയുള്ള കാര്യങ്ങളെല്ലാം നിന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ നീയാണ്. നീ പാതാളത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഓ കർത്താവേ, കർത്താവേ, എന്നെ നീ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് ജാബസ്. അല്ല, ഇനി ജാബസ് അല്ല ഞാൻ. എനിക്ക് ഒരു പുതിയ പേര് തരണം. ആ പേരിൻ്റെ അർത്ഥം നീ എന്നെ സ്നേഹിച്ചെന്നും എന്നെ രക്ഷിച്ചെന്നും ആയിരിക്കണം. അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയും കൂടെ കൂടി നിനക്കൊരു പേര് തിരഞ്ഞെടുക്കാം, അതുപോലെ. എന്നാൽ ഈ അർത്ഥം തന്നെയുള്ള പേരായിരിക്കണം. ഞാൻ നിയമത്തിൻ്റെ പുത്രനാകുന്ന ദിവസം മുതൽ ആ പേരായിരിക്കും എനിക്ക്. അങ്ങനെ തന്നെ ആ ദിവസം മുതൽ നിനക്ക് പുതിയ പേരായിരിക്കും. അവർ ബഥേൽ കടന്ന് നല്ല കുളിർമയുള്ളൊരു താഴ്വരയിൽ ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു. നല്ല പരിശുദ്ധമായ ജലം അവിടെ ധാരാളം. ജാബസ് പുതിയ അറിവിൽ അത്ഭുത സ്തംഭനായി മൗനമായി ഭക്ഷണം കഴിക്കുന്നു.
ഈശോ കൊടുക്കുന്ന ഓരോ വായ് ഭക്ഷണവും വളരെ വണക്കത്തോടെ സ്വീകരിക്കുന്നു. എന്നാൽ സാവധാനത്തിൽ അവൻ്റെ ഭയം നീങ്ങി പച്ചപ്പുല്ലിന്മീതെ ജോണുമായി കളിക്കുന്നു. മറ്റുള്ളവരെല്ലാം വിശ്രമിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് പുഞ്ചിരി തൂകുന്ന ജോണുമായി ഈശോയുടെ അടുത്ത് ചെന്ന് 3 പേരും കൂടെ സംസാരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്നെക്കുറിച്ച് ആരാണ് പറയുന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. പ്രവാചകന്മാരാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവേ. അതിനു മുമ്പ് തന്നെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, അതായത് ആദം തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ തന്നെ. പിന്നെ ജേക്കബിനോട്, എബ്രഹാമിനോട്, മോശയോട്, ഓ എൻ്റെ അപ്പൻ പറഞ്ഞു, അപ്പൻ ജോണിൻ്റെ പക്കൽ പോയിട്ടുണ്ടെന്ന്. ഈ ജോണല്ല, മറ്റേ ജോൺ, യോർദാനിലെ ജോൺ. അവൻ വലിയ പ്രവാചകൻ. നിന്നെ ആട്ടിൻകുട്ടി എന്നാണ് വിളിച്ചത്. ഓ, ഇപ്പോൾ മോശയുടെ ആട്ടിൻകുട്ടിയെ എനിക്ക് മനസ്സിലാകുന്നു. നീയാണ് പെസഹ. ജോൺ അവനെ കബളിപ്പിക്കാൻ ചോദിക്കുന്നു. എന്നാൽ ഏത് പ്രവാചകനാണ് ഇവനെക്കുറിച്ച് ഏറ്റവും നന്നായി പറഞ്ഞിട്ടുള്ളത്? യെശയ്യായും ഡാനിയേലും. എന്നാൽ എനിക്ക് ഡാനിയേലിനെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഞാൻ നിന്നെ എൻ്റെ അപ്പനെ പോലെ സ്നേഹിക്കുന്നതിനാൽ എനിക്കെങ്ങനെ പറയാമോ? എൻ്റെ അപ്പനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കൊള്ളാം. ശരിക്കും എനിക്ക് ഡാനിയേലിനെയാണ് കൂടുതൽ ഇഷ്ടം. അതെന്താ? ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് യെശയ്യായല്ലേ? അതെ. എന്നാൽ യെശയ്യാ ക്രിസ്തുവിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചാണ് അധികമായി പറയുന്നത്. എന്നാൽ ഡാനിയേൽ പറയുന്നത് സുന്ദരനായ ദൈവദൂതനെക്കുറിച്ചും നിന്റെ വരവിനെക്കുറിച്ചുമാണ്. ശരിയാണ്, ഡാനിയേലും പറയുന്നുണ്ട് ക്രിസ്തു ബലിയായി തീരുമെന്ന്. എന്നാൽ എനിക്ക് തോന്നുന്നത് ആട്ടിൻകുട്ടിയെ ഒറ്റയടിക്ക് ബലിയാക്കുമെന്നാണ്. യെശയ്യായും ദാവീദും പറയുന്നത് പോലെ ആയിരിക്കില്ല. എൻ്റെ അമ്മ അത് വായിച്ചപ്പോഴെല്ലാം ഞാൻ കരയുകയായിരുന്നു. അതിനാൽ അവർ പിന്നീട് വായിച്ചില്ല. ഈശോയുടെ കരങ്ങൾ തലോടിക്കൊണ്ടിരിക്കുന്നവൻ കരയുന്നത് പോലെ ദുഃഖിതനാണ്. അതെല്ലാം തൽക്കാലത്തേക്ക് മറന്നുകളയൂ. ശ്രദ്ധിക്കൂ. നിനക്ക് ധാർമ്മിക ഉപദേശങ്ങളെല്ലാം അറിയുമോ? അറിയാം കർത്താവേ. എനിക്ക് തോന്നുന്നത് എനിക്കറിയാമെന്നാണ്. ഞാൻ കാട്ടിൽ പോയിരുന്നപ്പോൾ അതെല്ലാം ഞാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ അമ്മയും എൻ്റെ അപ്പനും പറഞ്ഞു തന്ന വാക്കുകൾ കേൾക്കാൻ വേണ്ടിയുമാണ് ഞാൻ അവ ആവർത്തിച്ചിരുന്നത്. എന്നാൽ ഇനി ഞാൻ ഒട്ടും കരയുകയില്ല. അവൻ്റെ കണ്ണിൽ കണ്ണീർ നിറഞ്ഞു നിൽക്കുന്നു. കാരണം എനിക്ക് നീയുണ്ട്. ജോൺ പുഞ്ചിരി തൂകി ഈശോയെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയുന്നു, ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ ഹൃദയത്തിൽ ശിശുക്കളായിരിക്കുന്ന എല്ലാവരും ഒരു ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. അതെ, കാരണം ആ വാക്കുകൾ ഉതിരുന്നത് ഒരേ ജ്ഞാനത്തിൽ നിന്നു തന്നെയാണ്. എന്നാൽ ഇനി നമുക്ക് പോകാം. കാരണം വളരെ നേരത്തെ തന്നെ ബീറോത്തിലെത്തണം. ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. കാലാവസ്ഥയും അല്പം കഠിനമായിരിക്കുമെന്ന് തോന്നുന്നു. അഭയസ്ഥാനങ്ങൾ തേടി വലിയ തിക്കും തിരക്കുമായിരിക്കും. നിങ്ങൾക്ക് രോഗം പിടിപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജോൺ കൂട്ടുകാരെ വിളിക്കുന്നു. എല്ലാവരും ബീറോത്തിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഒരു സമതലം കുറുകെ കടക്കുന്നു. കൃഷികളൊന്നും അത്ര നല്ലതല്ല. എന്നാൽ ഷീലോഹ കഴിഞ്ഞ് അവർ കയറിയ കുന്നുപോലെ ശൂന്യമല്ല താനും.